വയനാട് ദുരിത ബാധിതരോടുള്ള കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് സിപിഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്നും പ്രത്യേക സാമ്പത്തിക സഹായം നൽകില്ലെന്നുമുള്ള കേന്ദ്ര സർക്കാർ നിലപാട് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്ന് നേതാക്കൾ ആരോപിച്ചു. TV സ്മാരകത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് BSNL ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും രാഷ്ട്രീയ വിവേചനമാണ് കേന്ദ്രം കാണിക്കുന്നതെന്ന് ആഞ്ചലോസ് കുറ്റപ്പെടുത്തി. പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാൻ കേന്ദ്ര സർക്കാരിൽ നിന്നും പ്രത്യേക സാമ്പത്തിക സഹായം ലഭിച്ചേ മതിയാകൂവെന്നും അദ്ദേഹം പറഞ്ഞു. ആ നാടിനെ സഹായിക്കുന്നതിന് വേണ്ടി കേരളം ഒട്ടാകെ തയ്യാറാണ്. നമുക്കറിയാലോ, 1-2 ദിവസങ്ങൾ എല്ലാ വീടുകളിലും TVയുടെ മുമ്പിലിരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർക്ക് നൽകിയ ഒരു ഉറപ്പുണ്ട്. ആ ഉറപ്പെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നൽകിയ ഉറപ്പാണ്. രാജ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകും. ആ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഈ നാട് നിങ്ങളോടൊപ്പം ഉണ്ടാകും. അത് പാലിക്കാൻ കഴിഞ്ഞോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഞങ്ങൾ ഈ സമരം പാർട്ടിയുടെ കഴിഞ്ഞ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ആലോചിച്ചതാണ്. എന്നാൽ സമരത്തിന് വേണ്ടി ഒരു സമരമാകരുത്. കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ കേസ് നിൽക്കുക. ഹൈക്കോടതിയുടെ മുമ്പിൽ കേന്ദ്ര ഗവൺമെന്റും അവരുടേതായ വാദഗതികൾ ഉന്നയിക്കണം. അതിന്മേലൊരു തീരുമാനമാകട്ടെ. എന്നാൽ ഇടയ്ക്ക് കേരളത്തിന് കൊടുത്ത കത്ത്, സത്യാനന്ദ റായ് എന്ന് പറയുന്ന കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കൊടുത്ത കത്ത്, അതിലാണ് വയനാട് ഈ കേരളത്തിനകത്തുള്ള ഇത്രയും വലിയ ദുരന്തം ബാധിച്ച പ്രദേശം കേന്ദ്ര സഹായത്തിന് അർഹമല്ല എന്നുള്ളത് കരുതുന്നത്. CPI ദേശീയ കൗൺസിൽ അംഗം TT ജിസ്മോൻ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി PV സത്യനേശൻ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ G കൃഷ്ണപ്രസാദ്, V മോഹൻദാസ്, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം R സുരേഷ്, മണ്ഡലം സെക്രട്ടറിമാർ, AITUC ജില്ലാ സെക്രട്ടറി DP മധു, AIYF ജില്ലാ സെക്രട്ടറി സനൂപ് കുഞ്ഞുമോൻ, BKMU ജില്ലാ സെക്രട്ടറി R അനിൽകുമാർ, മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി VC മധു, നഗരസഭാ വൈസ് ചെയർമാൻ PSM ഹുസൈൻ എന്നിവർ സംസാരിച്ചു. SC/ST അതിക്രമം തടയൽ നിയമപ്രകാരമുള്ള കേസുകളിൽ FIR രജിസ്റ്റർ ചെയ്യുവാൻ വിമുഖത കാട്ടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് SC/ST കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടൻ. പ്രതികരണം കോട്ടയം ജില്ലാതല പരാതി പരിഹാര അദാലത്തിന് ശേഷം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമം തടയൽ നിയമപ്രകാരം കേസെടുക്കേണ്ട സംഭവങ്ങളിൽ തെളിവുകളും സാക്ഷികളും ഉണ്ടായിട്ടും കള്ളക്കേസാണെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് ഉദ്യോഗസ്ഥർ പരാതി എടുക്കാതിരിക്കുന്ന സംഭവങ്ങൾ കമ്മീഷന് മുന്നിലെത്തിയിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളിൽ FIR രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പ്രതിയാകും. ഇത് സംബന്ധിച്ച് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് ബോധവൽക്കരണം നൽകിയിട്ടുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു. കേരള സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപം കൊണ്ടത് 2008-ലാണ്. 2007 പ്രത്യേക നിയമനിർമ്മാണ പ്രകാരം രൂപീകരിക്കപ്പെട്ടതാണ് കേരള സംസ്ഥാനത്തെ പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ. രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ 1950 മുതൽ നമ്മുടെ രാജ്യത്ത് ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമുണ്ട്. അതാണ് രാജ്യത്തെ പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷനുകൾ. 2 കമ്മീഷനാണ് നമ്മുടെ രാജ്യത്ത് പ്രത്യേകമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ നമ്മുടെ രാജ്യാന്തര തലത്തിൽ എന്തു തന്നെ ആയാലും ഇതൊന്നും കമ്മീഷൻ നേരിട്ട് പരിഹരിക്കേണ്ട ഒരു ഒരൊറ്റ പരാതികളുമില്ല. പരാതികളെല്ലാം പരിഹരിക്കേണ്ടത് മറ്റ് ഏജൻസികളാണ്. സർക്കാരിൻ്റെ വിവിധ ഏജൻസികളിലൂടെ അവരുടെ പ്രവർത്തനങ്ങളുടെ അവരുടെ ഇടപെടലുകളിലൂടെയാണ് ഇതെല്ലാം പരിഹരിക്കേണ്ടത്. 2 ദിവസമായി നടന്ന പരാതി പരിഹാര അദാലത്തിൽ 97 പരാതികൾ തീർപ്പാക്കി. 20 എണ്ണം മാറ്റിവെച്ചു. 117 പരാതികളാണ് ആകെ പരിഗണിച്ചത്. 83% തീർപ്പുണ്ടാക്കാൻ സാധിച്ചു. ചെയർമാൻ ശേഖരൻ മിനിയോടൻ്റെയും അംഗങ്ങളായ TK വാസു, സേതു നാരായണൻ എന്നിവരുടെയും നേതൃത്വത്തിലുള്ള 3 ബെഞ്ചുകളാണ് കേസുകൾ പരിഗണിച്ചത്. ഏറ്റവും കൂടുതൽ കേസുകൾ പോലീസ് വകുപ്പുമായി ബന്ധപ്പെട്ടവയായിരുന്നു. റവന്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, വനം വകുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികളും വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെ പരാതികളും കമ്മീഷന്റെ പരിഗണനയിലെത്തി. 10 മാസം മുമ്പ് ചുമതലയേറ്റ 6ാം പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷന്റെ 10ാം സിറ്റിംഗ് ആണ് പൂർത്തിയായത്. 4 ജില്ലകളിൽ കൂടി ഇനി സിറ്റിംഗ് പൂർത്തിയാകാനുണ്ട്. ജനുവരിയോടെ അദാലത്തുകൾ പൂർത്തിയാകുമെന്നും ചെയർമാൻ അറിയിച്ചു.
വൃശ്ചിക വേലിയേറ്റത്തെ നിയന്ത്രിക്കുവാൻ അധികാരികൾ നടപടി സ്വീകരിക്കാത്തത് കുട്ടനാട്ടിലെ നെൽ കർഷകർക്ക് തിരിച്ചടിയാകുന്നു. രാമഗിരി പഞ്ചായത്ത് 13-ാം വാർഡിൽ പുഞ്ച വിതച്ച് 13 ദിവസം കഴിഞ്ഞ പാടശേഖരത്തിൽ മടവീണ് കൃഷിനാശം. രാമഗിരി കൃഷിഭവന്റെ കീഴിലുള്ള പറക്കുടി കിളിരുവാക്ക പാടശേഖരത്തിലാണ് സമീപത്തെ തോട്ടിൽ വെള്ളം നിറഞ്ഞതിനാൽ പുറംബണ്ട് തകർന്ന് മട വീണത്. 5-6 മീറ്റർ കൽക്കട്ട് ഉൾപ്പെടെ ബണ്ട് തകർന്ന് പാടശേഖരത്തിലേക്ക് വെള്ളം ഇരച്ചു കയറുകയാണ്. ബണ്ടിൻ്റെ മറ്റു ഭാഗമാകട്ടെ ഇടിഞ്ഞ് ഏതു സമയത്തും തകരാവുന്ന സ്ഥിതിയിലുമാണ്. വിത കഴിഞ്ഞ് 13 ദിവസം എന്ന് പറയുമ്പോൾ ഏതാണ്ട് കാറ്റാടി പരുവത്തിലെത്തിയ നെൽകൃഷിയാണ് ഇവിടെ നശിച്ചത്. 20 ഏക്കറുള്ള പാടശേഖരത്തിൽ 13 കർഷകരാണ് കൃഷിയിറക്കി പ്രതീക്ഷയോടെ മറ്റു ജോലികൾ തുടർന്നു വന്നത്. കർഷകരുടെ എല്ലാ പ്രതീക്ഷകളെയും മുക്കിക്കളയുന്ന വിധത്തിലാണ് ഇവിടെ മടവീഴ്ച സംഭവിച്ചത്. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു കർഷകരുടെ ഉള്ളം തകർക്കുന്ന മടവീഴ്ച. ഏക്കറിന് 10,000 രൂപ വീതം ഇപ്പോൾ തന്നെ കർഷകർ ചെലവാക്കി കഴിഞ്ഞെന്നും എത്രയും വേഗം മടകുത്താൻ ബന്ധപ്പെട്ട വകുപ്പുകൾ സൗകര്യം ഒരുക്കണമെന്നും തുടർന്നും കൃഷി ഇറക്കുന്നതിന് ധനസഹായം നൽകണമെന്നും പാടശേഖര സമിതി സെക്രട്ടറി CP ജോസഫ് ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയും അതുപോലുള്ള MLAയും കൃഷിഭവനും എല്ലാവരും അറിയുന്നതിന് വേണ്ടി എൻ്റെ ഈ പാടം 20 ഏക്കറാണ്. ഇത് വിതച്ച് 12-ാം തീയതി വിതച്ചു. ഇന്ന് 13 ദിവസമായി. ഇതിനോടകം ഇപ്പോൾ ഇന്ന് നേരം വെളുത്തപ്പോഴത്തേക്ക് ഇത്ര ഏറ്റവും കൊണ്ട് ഈ പാടത്തിൻ്റെ തെക്കേ ബണ്ട് കൽക്കെട്ട് പൊളിച്ച് മട വീണു. മട യാതൊരു വിധത്തിലും മടയുടെ അടുക്കോട്ട് അടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒഴുക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അടുക്കാനോ തടയാനോ സാധിക്കുകയില്ല. ഇതിന് ഒരു ഏക്കറിന് 10,000 രൂപ വെച്ച് ചിലവായി കഴിഞ്ഞിരിക്കുന്നു. ഇത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ചുറ്റളവിൽ താമസിക്കുന്ന വീട്ടുകാർ 33 വീട്ടുകാരുണ്ട്. ഈ പാടത്തിൻ്റെ ചുറ്റളവിലായിട്ട് താമസിക്കുന്നവർ. ഈ വെള്ളം ഒപ്പം വന്നു കഴിയുമ്പോൾ എല്ലാ വീട്ടിലും വെള്ളം കയറും. അതിനകത്ത് ഇപ്പം വീട്ടുകളിലെല്ലാം വെള്ളം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറി പോകാനോ താമസിക്കാനോ കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കുന്നവർക്ക് മാറിപ്പോകാനോ യാതൊരു മാർഗ്ഗവുമില്ല. അവരുടെ എല്ലാം ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഈ മട കുത്തിത്തരികയും അടുത്ത കൃഷി ചെയ്യാനുള്ള സഹായം ദയവായി ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നു. തണ്ണീർമുക്കം ബണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ച് വേലിയേറ്റത്തെ നിയന്ത്രിക്കണമെന്ന കർഷകരുടെയും കർഷക സംഘടനകളുടെയും ആവശ്യം അധികാരികൾ നിരാകരിക്കുന്നത് കൊണ്ടാണ് കുട്ടനാട്ടിൽ അടിക്കടി മട വീണ് കൃഷിനാശം സംഭവിക്കുന്നത്. പറക്കുടി കിളിരുവാക്ക പാടത്തിൻ്റെ കൃഷിക്കാരനാണ് ഞാൻ. ഏതാണ്ട് 13 ദിവസങ്ങളായി വിളവിറക്കിയിട്ട് കളനാശിനി അടിക്കാനുള്ള പ്രായമായി വന്നിരിക്കുകയാണ്. കള്ളവും സ്വർണവും പണയം എല്ലാം കൊണ്ട് പണയം വെച്ചിട്ടാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. പായൽ വാരി കൃഷി ചെയ്ത് വിളവിറക്കി. ഈ വേലിയേറ്റം കാരണം ബണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ മട വീഴുകയായിരുന്നു. ഈ മട വീഴുന്ന സംഭവ സ്ഥലത്ത് ഞാനുണ്ടായിരുന്നു. ഈ സംഭവം ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മട വീഴുന്നത്. അതിന് ഭയങ്കരമായ നാശനഷ്ടം പാടത്തിന് ഉണ്ടായിട്ടുണ്ട്. അടുത്തുള്ള പാടത്തിനും ഇത് ബലക്ഷയം കാരണം അടുത്തുള്ള പാടവും മട വീഴും. ഇതിനകത്ത് കൃഷിയുണ്ട് എനിക്ക്. പാടശേഖരത്തിന് ചുറ്റുപാടുമായി 30-ലധികം വീട്ടുകാർ താമസിക്കുന്നുണ്ട്. മടകുത്തി പാടത്തേക്ക് വെള്ളം കയറുന്നതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ വീടുകളിലേക്കും വെള്ളം കയറി താമസക്കാരെല്ലാം ദുരിതത്തിലാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പുളിങ്കുന്ന് പഞ്ചായത്ത് 6-ാം വാർഡ് മാടാമ്പാക്കൽ ചിറയിൽ 250 മീറ്റർ വഴി വർഷത്തിൽ മിക്ക മാസങ്ങളിലും വെള്ളത്തിനടിയിലാണ്. ഇതുമൂലം പ്രദേശത്തുള്ള 7ഓളം വീടുകൾ ദുരിതക്കയത്തിലും. മാടാമ്പാക്കൽ ചിറയിൽ മാടാമ്പാക്കൽ മാത്തുക്കുട്ടിയുടെ വീട് മുതൽ സതിയമ്മ ടോമിയുടെ വീട് വരെയുള്ള 250 മീറ്റർ വഴിയാണ് താഴ്ന്ന സ്ഥിതി മൂലം മിക്കവാറും വെള്ളത്തിനടിയിലാകുന്നത്. ഈ ഭാഗം വെള്ളത്തിനടിയിലാകാൻ വലിയ വെള്ളപ്പൊക്ക കാലമൊന്നും വരേണ്ടതില്ലെന്ന് ചുരുക്കം. ഈ വഴിയോട് ചേർന്ന് താമസിക്കുന്ന 7ഓളം വീട്ടുകാരാണ് ഇതുമൂലം രൂക്ഷമായ ദുരിതം അനുഭവിക്കുന്നത്. ഇപ്പോൾ ഈ വൃശ്ചിക വേലിയേറ്റത്തിൽ കടുത്ത പ്രതിസന്ധിയാണ് ഈ വീട്ടുകാർ നേരിടുന്നത്. ഇവിടെ 12 മാസവും വെള്ളപ്പൊക്കമാണ്. ഞാനിപ്പം 2 ദിവസം മുമ്പേ ഗൾഫിൽ നിന്ന് ദുബൈയിൽ നിന്ന് വന്നപ്പോഴേക്ക് കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ പുറത്ത് ഇറങ്ങാൻ മേലാത്ത അവസ്ഥയാണ്. അതായത് രാത്രി നമ്മൾ പകലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും നീന്തി കയറി പോകാൻ നോക്കാം. രാത്രി വന്നു കഴിഞ്ഞാൽ മൊത്തം ഇഴജന്തുക്കളും മറ്റതും മറിച്ചുമൊക്കെ ആയിട്ട് ഒരു വിധത്തിലും പുറത്ത് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ വഴിയിലെ ഏറ്റം കൂടി കഴിയുമ്പോഴേക്ക് വെള്ളം നമ്മുടെ പറമ്പ് വഴി പുറത്തോട്ട്, അതായത് പുറയിലോട്ട് ഇറങ്ങി പാടശേഖരമാണ്, മാടാമ്പാക്കൽ പാടമാണ് പുറകിൽ. ആ പാടശേഖരത്തേക്ക് ഈ വെള്ളം ശക്തമായിട്ട് ഇറങ്ങുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ വീടിൻ്റെ മണ്ണും കാര്യങ്ങളും എല്ലാം ഒലിച്ച് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 3-4 ദിവസമായിട്ട് ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഈ സമയത്ത് ഞാനിങ്ങനെ ഒരു സംഭവം ഇങ്ങനെ പ്രാബല്യത്തിൽ വരുത്തണമെന്ന് വിചാരിച്ചത്. അത് പിള്ളേർ സ്കൂളിൽ ഞാൻ കൊണ്ടുവന്ന്, എൻ്റെ മോളുണ്ട് പഠിക്കുന്നത്, എൻ്റെ മോനും പഠിക്കുന്നു,
ഷൂ ഒക്കെ ഊരി വെച്ചിട്ടാണ് ആൾ നടന്നു പോകുന്നത്. പെങ്കൊച്ചായാലും അവിടെ റോഡിൽ ചെല്ലുമ്പോഴേക്ക് എല്ലാം നനഞ്ഞു കഴിഞ്ഞാൽ ചെല്ലുന്നത്. അപ്പോൾ അതുപോലെ 7 വീട്ടുകാർ താമസിക്കുന്ന വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്, പ്രായം ചെന്നവരുണ്ട്. ഇവിടെ ഈ അടുത്ത കാലത്ത് ഒരു 4 മാസം മുമ്പ് എൻ്റെ തൊട്ടിപ്പുറത്തെ വീട്ടിലെ അച്ചായൻ മരിച്ചിട്ട് പുള്ളിയുടെ വീട്ടിലോട്ട് കയറാൻ വേണ്ടി ആൾക്കാർക്ക് വഴി കൂടെ പോകാൻ പറ്റാത്തത് കൊണ്ട് പാല വിട്ട്, അതായത് നേരെ പാതൊക്കെ പാല വിട്ട് കുഞ്ഞച്ചൻചേട്ടൻ്റെ വീട്ടിലോട്ട് ബന്ധിച്ച് അവിടെ നിന്നാണ് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. വഴിയുടെ മറ്റു ഭാഗങ്ങളിൽ എന്ന പോലെ ഈ 250 മീറ്റർ കൂടി മക്കിട്ടുയർത്തിയാൽ ഇപ്പോൾ നേരിടുന്ന ഗുരുതര പ്രതിസന്ധിക്ക് പരിഹാരം കാണാവുന്നതേയുള്ളൂ. കുറേ നാളുകളായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വെള്ളം കയറി ഇറങ്ങി കിടക്കുക. ഞങ്ങൾ വെള്ളത്തിൽ കൂടെയാണ് നീന്തി കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ 6-7 വീട്ടുകാർക്ക് ഈ വെള്ളത്തിൽ കിടന്നുകൊണ്ട് ദുരിതപ്പെടുവായി. കർക്കിടകമാസത്തിലെ വെള്ളത്തിനേക്കാളും കഷ്ടമായിട്ടുള്ള വെള്ളമായി തുലാമാസത്തിലെ വെള്ളം. പെരയുടെ ചുറ്റും വെള്ളം, പെരയുടെ ചുറ്റും പോട്ടെ, വഴിയൊന്ന് നീന്തി കയറി പോകാനായിട്ട് തടവും കുഴിയായിട്ട് കിടക്കുക. ഞങ്ങളിവിടെ വന്നിട്ട് 19 വർഷങ്ങളായി. ഈ വഴി ഇന്ന് വരെ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഒരു രോഗം വന്നാൽ കസേര ഇരുത്തിക്കൊണ്ട് ആമ്പിള്ളേർ ചുമന്നുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. എല്ലാ വീട്ടിലും പ്രായമുള്ള മനുഷ്യരുണ്ട്, എല്ലാവരും രോഗികളാണ്. ഇവിടെ ഈയിടെ 2 മരണം നടന്നു. എന്ത് പാടുപെട്ട, അത് വീട്ടിലടക്കുന്നവരാണ്, എന്ത് പാടുപെട്ട അവർ ആ കാര്യങ്ങൾ നടത്തിയെന്നറിയാവോ? കഴിഞ്ഞ 40 വർഷത്തിലധികമായി ഈ പ്രദേശത്ത് യാതൊരു വിധത്തിലുള്ള വഴിപ്പണിയും നടന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മരണം സംഭവിക്കുമ്പോൾ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വരുമ്പോൾ കടുത്ത പ്രയാസമാണ് ഇവിടെയുള്ളവർ അനുഭവിക്കുന്നത്. 50 വർഷക്കാലമായി ഈ വഴിയിൽ ഒരു വഴിപ്പണി വന്നിട്ടെന്നാണ് പറയുന്നത്. ഞാനിവിടെ വന്നിട്ട് 27 വർഷമായി, ഇതുവരെ ഒരു വഴി വന്നിട്ടില്ല. ഇവിടെ താമസിക്കുന്നവർ പറയുന്നു 50 വർഷത്തോളമായി ഇവിടെ ഒരു വഴിപ്പണി വന്നിട്ട്. എല്ലാ ഗ്രാമസഭയിലും ഞങ്ങൾ പറയുന്ന കാര്യമാണ് ഞങ്ങൾക്ക് ഈ വഴി റെഡിയാക്കി തരണമെന്ന്. ഇത്തവണത്തെ ഈ ഓണം കഴിഞ്ഞ ഉടനെ വഴി തരുമെന്നാണ് ഞങ്ങളുടെ വാർഡ് മെമ്പർ പറഞ്ഞത്. ഇതുവരെയും ഈ വഴിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല. ഞങ്ങൾക്ക് സ്കൂൾ കുട്ടികളുണ്ട്, പിള്ളേർ നീന്തി കയറി ഇതിലൂടെ പോകുന്ന ഉരുണ്ട് വീണാണ് സ്കൂളിൽ പോകുന്നത്. ഈ ഒരാൾ ഒന്ന് മരിച്ചു കഴിഞ്ഞ് ഇവിടെ പാല വിട്ട് വേണം ഞങ്ങൾ അക്കരെ ഇക്കരെ എടുത്തുകൊണ്ട് പോകാനായിട്ട്. പിന്നെ ഈയിടെ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് അക്കരെ പാലയിട്ടാണ് ഞങ്ങൾ കൊണ്ടുകൊടുക്കും, സാധനങ്ങൾ കയറ്റിയിറക്കുക ചെയ്തത്. അതുപോലെ ഈ വഴിക്ക് വെള്ളമായിട്ട് കയ്യിൽ നിന്ന് പണയം വെച്ച് പലിശയ്ക്ക് വാങ്ങിച്ചിട്ട് ഞങ്ങൾ മണ്ണിറക്കി പറമ്പ് പോക്കി കുഴിച്ചിട്ടിരിക്കുന്നത്. അതുപോലെ കഷ്ടപ്പെട്ട ഞങ്ങൾ ചെയ്തു. ഒരു വഴി ഇന്ന് വരെ ഒരു മണ്ണ് ഇറക്കിയിട്ടില്ല. എപ്പോഴും പറയും, മെമ്പർ പറയും വഴിയുണ്ടെന്ന് പറയും, ഇതുവരെ വഴി വന്നിട്ടില്ല. വെള്ളക്കെട്ടിലൂടെ നിരന്തരം നടന്ന് പലവിധ ത്വക്ക് രോഗങ്ങളും പ്രദേശവാസികളെ ബാധിക്കുകയാണ്. കൂട്ടത്തിൽ പറയട്ടെ, ഈ ദുരിതക്കാഴ്ചകൾ പകർത്താൻ പോയ KCV ന്യൂസിന്റെ ക്യാമറാമാനും കാല് ചൊറിഞ്ഞു പൊട്ടിയുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ടുണ്ട്. കുട്ടികളെ സ്കൂളിലെത്തിക്കാനും മാതാപിതാക്കൾ പ്രതിസന്ധി നേരിടുകയാണ്. അവരെ സ്കൂളിലെത്തിക്കാൻ ഈ വഴി അത്രയും മാതാപിതാക്കൾ എടുത്തുകൊണ്ടു പോകണം. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതും അതേപോലെ തന്നെ. പ്രശ്നങ്ങൾ വാർഡ് മെമ്പറോട് പറയുമ്പോൾ ഇന്ന് ശരിയാക്കാം, നാളെ ശരിയാക്കാം എന്നാണ് മറുപടിയെന്ന് പ്രദേശവാസികൾക്ക് പരാതിയുണ്ട്. വഴിയോട് ചേർന്നുള്ള തോട്ടിൽ നിന്നും വെള്ളം വഴിയിലേക്ക് കവിഞ്ഞു കയറി അവിടെ നിന്നും പുരയിടത്തിലേക്ക് വ്യാപിച്ച് പിന്നിലുള്ള പാടശേഖരങ്ങളിലേക്ക് ഒഴുകുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. കേവലം 250 മീറ്റർ ഭാഗം വഴിയൊന്ന് ഉയർത്തിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെയുള്ളൂ. ഈ പ്രശ്നം താമസിയാതെ പരിഹരിച്ച് തങ്ങളെ ദുരിതക്കയത്തിൽ നിന്നും കരകയറ്റണമെന്ന ആവശ്യമാണ് ഈ 7 വീട്ടുകാർ ഉന്നയിക്കുന്നത്. പ്രശസ്ത കവിയും അധ്യാപകനും പ്രഭാഷകനുമായിരുന്ന പ്രൊഫസർ ഏറ്റുമാനൂർ സോമദാസന്റെ 13ാമത് ചരമവാർഷിക ദിനം വിപുലമായ പരിപാടികളോടെ ചങ്ങനാശ്ശേരി പെരുന്ന മലയാള വിദ്യാപീഠത്തിൽ ആചരിച്ചു. ഏറ്റുമാനൂർ സോമദാസൻ സ്മാരക പുരസ്കാരം പ്രശസ്ത കവി ഏഴാച്ചേരി രാമചന്ദ്രൻ ഏറ്റുവാങ്ങി. വ്യാഴാഴ്ച രാവിലെ 9-ന് സോമദാസ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണ ചടങ്ങുകൾക്ക് തുടക്കമായത്. 10-ന് ഡോക്ടർ AG ഒലീനയുടെ അധ്യക്ഷതയിൽ അനുസ്മരണ സമ്മേളനം ചേർന്നു. ഡോക്ടർ സുധീർ കിടങ്ങൂർ, ഡോക്ടർ അജയൻ പനയറ എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി. ഉച്ചയ്ക്ക് 12-നായിരുന്നു പുരസ്കാര സമർപ്പണ സമ്മേളനം. ഈ വർഷത്തെ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ ഏഴാച്ചേരി രാമചന്ദ്രന് സാഹിത്യകാരനും വയലാർ അവാർഡ് ജേതാവുമായ റിട്ടയർഡ് IAS ഓഫീസർ KV മോഹൻകുമാർ സമർപ്പിച്ചു. സമ്മേളനത്തിൽ ഡോക്ടർ സുധാകരക്കുറുപ്പ് അധ്യക്ഷനായിരുന്നു. ഏറ്റുമാനൂർ സോമദാസൻ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ ജെയിംസ് മണിമല മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ S പ്രതിഭ, T ഇന്ദിര, ഡോക്ടർ ജയലക്ഷ്മി, R രാജീവൻ, ഡോക്ടർ അനില G നായർ എന്നിവർ സംസാരിച്ചു. കവി ഏഴാച്ചേരി രാമചന്ദ്രൻ മറുപടി പ്രസംഗം നടത്തി. ക്ലാസ്സിൽ വന്ന് 2 ദിവസം തുടർച്ചയായി പറഞ്ഞു, ഏറ്റുമാനൂർ സോമദാസൻ. സൈക്കിൾ ചവിട്ടി അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ നിന്ന് നേരെ
കോട്ടയത്ത് വന്ന് വളരെ കൃത്യമായി RMSലോ തപാൽ വകുപ്പിലോ എവിടെയോ പണിയെടുത്തങ്ങനെ മടങ്ങിപ്പോവുകയാണ്. ഇത്രയേറെ ശ്രദ്ധാലുവായ ഒരു കവി കാൽപ്പനിക കവിതയുടെ ഏറ്റവും വലിയ സർഗോന്മുഖമായിട്ടുള്ള രതിമുഖം അവതരിപ്പിക്കുന്നതിൽ ഒന്നാമൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന കവിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ സോമദാസൻ സാറിനെ കുറിച്ച് ഒന്നുമേ പറയുന്നില്ലല്ലോ. ചങ്ങനാശ്ശേരി NSS കോളേജിൽ 2 കൊല്ലക്കാലം എന്നെ മലയാളം പഠിപ്പിച്ച സാറാണ്. നല്ല സുന്ദരൻ ക്ലാസ്സാണ് അദ്ദേഹത്തിൻ്റെത്. അന്ന് ചങ്ങനാശ്ശേരി ഗീതാ തിയേറ്റേഴ്സിന്റെ നാടകങ്ങളിൽ മുഹമ്മദ് മാനിയുടെ കാട്ടുതീയെ, കാരണി ഗോപിയുടെ 7 രാത്രികൾ, ഇതൊക്കെ അങ്ങനെ ആ ചങ്ങനാശ്ശേരി ഗീതാ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുമ്പോൾ അതിലെ മനോഹരങ്ങളായ ഗാനങ്ങളെല്ലാം എഴുതുന്നയാളാണ്. ഇത് വർമ്മജി സാർ ക്ലാസ്സിൽ വന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പോയി കോട്ടയത്ത് പോയി കാണുന്നേരെ. 50,000 രൂപയും ആർട്ടിസ്റ്റ് ദത്തൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. ഏറ്റുമാനൂർ സോമദാസൻ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടികൾ. ദീർഘകാലം ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിലെ മലയാള വിഭാഗം പ്രൊഫസർ കൂടിയായിരുന്നു ഏറ്റുമാനൂർ സോമദാസൻ. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പള്ളാത്തുരുത്തി പാലത്തിന്റെ എൻ ഗർഡർ സ്ഥാപിക്കുന്ന ജോലികൾ വെള്ളിയാഴ്ച രാത്രി 9 മണി മുതൽ ശനിയാഴ്ച രാവിലെ 6 മണി വരെ നടക്കും. ഈ സമയം ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചതായി AC റോഡ് പ്രോജക്ട് ടീം അറിയിച്ചു. എമർജൻസി വാഹനങ്ങൾക്കും നിയന്ത്രണം ബാധകമാണ്. ചമ്പക്കുളം ബ്ലോക്കിൽ ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷീരസംഗമം 2024-25 സംഘടിപ്പിച്ചു. സെമിനാർ, ആദരിക്കൽ, അവാർഡ് വിതരണം, ക്ഷീരോൽപ്പന്ന നിർമ്മാണ പ്രദർശനം എന്നിവ കൊണ്ട് ശ്രദ്ധേയമായിരുന്നു പരിപാടികൾ. ആനപ്രമ്പാൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് സൺഡേ സ്കൂൾ ജൂബിലി ഹാളിൽ നടത്തിയ ക്ഷീര കർഷക സംഗമം തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B. നായർ ഉദ്ഘാടനം ചെയ്തു. പശുക്കൾക്ക് വേണ്ടിയുള്ള ഒരു വൈക്കോൽപ്പുരയിൽ ഒക്കെയുള്ള വീടുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പോലെ അല്ലെങ്കിൽ മനുഷ്യരെ പോലെയുള്ള ഒരു സ്ഥാനം ആ ജീവികൾക്ക് നൽകിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ വളർന്നു വന്നത്. പക്ഷെ ഇന്ന് അതൊന്നും തന്നെ നമുക്ക് കാണാൻ സാധ്യമല്ല. വാർത്ത ഇരുനില കെട്ടിടങ്ങളൊക്കെ തന്നെയാണ്. അവിടെ ഒന്നും ജന്തുക്കൾക്കായിട്ടൊരു പാർപ്പിട സ്ഥാനം നമുക്ക് കാണാനേ ഇല്ല. അപ്പോൾ ജന്തുക്കൾക്കുള്ള ഒരു പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് ഇതേപോലെയുള്ള ഉൽപ്പന്നങ്ങളുടെ കുറവും നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ്. എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും ധാരാളം തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്താൽ അത് പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവരാൻ സാധിക്കും, നമ്മൾ എന്തൊക്കെയാണ് അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇതേപോലെയുള്ള യോഗങ്ങളിൽ ആലോചിക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും. ഉദ്ഘാടന യോഗത്തിൽ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്ത് അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ TG ജലജകുമാരി, മിനി മന്മഥൻ നായർ, S അജയകുമാർ, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് എന്നിവർ ചേർന്ന് ക്ഷീരസംഘങ്ങളിൽ പാലളക്കുന്ന ക്ഷീര കർഷകർക്ക് അവാർഡ്, മുതിർന്ന ക്ഷീര കർഷകരെ ആദരിക്കൽ, മികച്ച വിജയം കൈവരിച്ച ക്ഷീരസംഘം ജീവനക്കാരുടെയും കർഷകരുടെയും മക്കൾക്കുള്ള അവാർഡ് ദാനം എന്നിവ നടത്തി. ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി നടത്തിയ തത്സമയ പാൽ ഉൽപ്പന്ന നിർമ്മാണ പരിപാടി എടത്തുവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഈ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് രേഷ്മ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന വകുപ്പ് ആലപ്പുഴ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ നിഷ V. ഷരീഫ്, അസിസ്റ്റന്റ് ഡയറക്ടർ PV. ലതീഷ് കുമാർ, എടത്തുവ ക്ഷീരസംഘം പ്രസിഡന്റ് PC. അലക്സാണ്ടർ, ക്ഷീരവികസന ഓഫീസർമാരായ അലീന ഐസക്, VH. സബിത, V. വിനോദ്, ഡയറി ഫാം ഇൻസ്ട്രക്ടർമാരായ രാജി R. നായർ, മാരിഷ കുമാർ എന്നിവർ പങ്കെടുത്തു. വിമൺ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീ സുരക്ഷ, സാമൂഹിക ഉത്തരവാദിത്തം എന്ന മുദ്രാവാക്യമുയർത്തി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി ചെങ്ങന്നൂർ മണ്ഡലം കമ്മിറ്റി മാന്നാർ പരുമലക്കടവിൽ മെഴുകുതിരി കത്തിച്ച് മാർച്ച് നടത്തി. ഒക്ടോബർ 2 മുതൽ ഡിസംബർ 2 വരെ ദേശീയ കേന്ദ്രമായി നടത്തപ്പെടുന്ന സ്ത്രീ സുരക്ഷ, സാമൂഹിക ഉത്തരവാദിത്തം എന്ന വിമൺ ഇന്ത്യ മൂവ്മെന്റ് നടത്തുന്ന ദേശീയ ക്യാമ്പയിനിലാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ മഹത്തായ ഭരണമില്ലാതെ എല്ലാവരും തുല്യരാണെന്ന് നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയിലധികവും സ്ത്രീകളാണെന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് ഒട്ടും സുരക്ഷിതത്വമില്ലാത്ത രാജ്യമായി നമ്മുടെ ഇന്ത്യ ഇന്ന് മാറിയിരിക്കുന്നു.
വിമൻ ഇന്ത്യ മൂവ്മെന്റ് ചെങ്ങന്നൂർ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ നിസ ശിഹാബ്, സമീന സഫർ, ഹസീന ഷരീഫ്, അജ്ന നിസാം, ഫാത്തിമ ബീവി, നിജ നിയാസ് തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുത്തു. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ 14ാമത് ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ നവംബർ 23 ശനിയാഴ്ച മങ്കൊമ്പ് തെക്കേക്കര പി കൃഷ്ണപിള്ള സ്മാരക ഓഡിറ്റോറിയത്തിൽ നടക്കും. കുട്ടനാട് MLA തോമസ് കെ തോമസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ലെൻസ്ഫെഡ് ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ്ഫെഡിൻ്റെ 14ാമത് ജില്ലാ കൺവെൻഷൻ 23-ാം തീയതി കുട്ടനാട് മങ്കൊമ്പിലുള്ള കൃഷ്ണപിള്ള സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. നിർമ്മാണ മേഖല വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഈ കൺവെൻഷൻ എന്നത്. കൺവെൻഷൻ്റെ വലിയ ഒരു പ്രത്യേകതയായിട്ടാണ് സംഘടന കാണുന്നത്. ഒപ്പം ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധിയായ ലൈസൻസുകളെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ആർക്കിടെക്റ്റ് ബില്ലടക്കം നടപ്പിലാക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ കൺവെൻഷൻ നടക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രസക്തമായ കാര്യം. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ആർക്കിടെക്റ്റ് ബില്ല് കൊണ്ടുവരുമ്പോൾ നിലവിൽ സംസ്ഥാനത്ത് ഉള്ള ലൈസൻസുകളുടെ ഒരുപാട് ലൈസൻസുകൾ, ബഹുഭൂരിപക്ഷം വരുന്ന ലൈസൻസുകളുടെയും തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ബഹുമാന്യനായ കുട്ടനാട് MLA ശ്രീ തോമസ് കെ തോമസ് ആണ്, ബഹുമാന്യനായ തോമസ് കെ തോമസ് ആണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ശനിയാഴ്ച രാവിലെ 10-ന് ആരംഭിക്കുന്ന കൺവെൻഷനിൽ ലെൻസ്ഫെഡ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് KR പ്രദീപ് അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി, ജില്ലാ ജോയിന്റ് ഡയറക്ടർ V പ്രദീപ് കുമാർ, ലെൻസ്ഫെഡ് സംസ്ഥാന ഭാരവാഹികൾ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. കെട്ടിട നിർമ്മാണ മേഖലയിൽ ലൈസൻസുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളും കൺവെൻഷൻ ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ലെൻസ്ഫെഡ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് KR പ്രദീപ്, സെക്രട്ടറി MR അനിൽ, ട്രഷറർ R പ്രദീപ് എന്നിവർ പങ്കെടുത്തു. അയ്യപ്പ ഭക്തർക്കും വിവിധ ജോലികൾ ചെയ്യുന്ന ജീവനക്കാർക്കുമായി ശബരിമല സന്നിധാനത്തെ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയിൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരു ദിവസം ശരാശരി 1000 പേർക്ക് ഇവിടെ ചികിത്സ നൽകുന്നുണ്ട്. ഭാരതീയ ചികിത്സാ വകുപ്പ് ഒരുക്കിയിട്ടുള്ള ഡിസ്പെൻസറിയിൽ മല കയറുമ്പോൾ ഉണ്ടാകുന്ന കാലുവേദന, ശരീരവേദന, കാലാവസ്ഥയിലെ മാറ്റം കൊണ്ടുണ്ടാകുന്ന പനി, ചുമ, ജലദോഷം, വയറു സംബന്ധമായ അസുഖങ്ങൾ, കഫക്കെട്ട് തുടങ്ങിയവയ്ക്കെല്ലാം ചികിത്സാ സൗകര്യമുണ്ട്. ചികിത്സയും മരുന്നും പൂർണ്ണമായും സൗജന്യമാണെന്ന് ഡിസ്പെൻസറിയുടെ ചുമതലയുള്ള ചാർജ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ H കൃഷ്ണകുമാർ പറഞ്ഞു. മണ്ഡലകാലത്ത് ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന താൽക്കാലിക ഡിസ്പെൻസറിയാണ് നിലവിൽ ഇവിടെ ഉള്ളത്. ഇതുപോലെ പമ്പയിലും എരുമേലിയിലും താൽക്കാലിക ഡിസ്പെൻസറികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇവിടെ 7 ഡോക്ടർമാർ, 3 ഫാർമസിസ്റ്റ്, 4 തെറാപ്പിസ്റ്റ് അടങ്ങുന്ന ടീമാണ് നിലവിൽ പ്രവർത്തിച്ചു വരുന്നത്. മണ്ഡലകാലം കഴിയുന്നവരെ നമ്മുടെ ഈ ഒരു സേവനം ലഭ്യമാണ്. തികച്ചും സൗജന്യമായ ചികിത്സയും മരുന്നും നമ്മൾ ഇവിടുന്ന് നൽകി വരുന്നുണ്ട്. 24 മണിക്കൂറും നമ്മുടെ സേവനം ലഭ്യമാണ്. മല കയറി വരുന്ന അയ്യപ്പന്മാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം തന്നെ സന്നിധാനത്തും പമ്പയിലൊക്കെ പ്രവർത്തിച്ചു വരുന്ന ഇവിടുത്തെ ജീവനക്കാർ, അങ്ങനെ ഒട്ടനവധി ആളുകൾ, ഒരുപക്ഷെ 1000-ന് മുകളിൽ ആളുകൾ ദിവസവും ഇവിടെ ചികിത്സ തേടി വരുന്നുണ്ട്. മണ്ഡലകാലത്ത് ഇതുവരെ 5632 പേർ ഇവിടെ ചികിത്സ തേടി. ഒരു ദിവസം ശരാശരി 1000 പേർക്ക് ചികിത്സ നൽകുന്നുണ്ട്. 7 ഡോക്ടർമാർ ഉൾപ്പെടെ 20 ജീവനക്കാരാണുള്ളത്. 24 മണിക്കൂറുമാണ് ഡിസ്പെൻസറിയുടെ പ്രവർത്തനം. ശരീരത്തിൽ എണ്ണ തേച്ചുള്ള ഒഴിച്ചിൽ, കഫക്കെട്ടിന് ആവി പിടിക്കൽ, ഒടിവിനും ചതവിനുമുള്ള ബാൻഡേജ് തുടങ്ങിയവയെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തിൽ എത്തിച്ചേരുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഭക്തജനങ്ങളുടെ സുരക്ഷയും ക്രമസമാധാന പാലനവും ഉറപ്പുവരുത്തുവാൻ ശക്തമായ നടപടികൾ പോലീസിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും. ഡിസംബർ 13-നാണ് പൊങ്കാല മഹോത്സവം. പൊങ്കാലയുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ ചെയ്യേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ച് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആശ C എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ അവലോകനം നടത്തി. ഗതാഗത തടസ്സമുണ്ടാകാതിരിക്കാനും വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ പോലീസും മോട്ടോർ വാഹന വകുപ്പും സ്വീകരിക്കും. ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗവും ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കും. ഭക്തർക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതിന് കൂടുതൽ സർവീസുകൾ KSRTC ഏർപ്പെടുത്തും. പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ തടസ്സമില്ലാതെ വൈദ്യുതി വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ KSEBയും കുടിവെള്ളം ഉറപ്പാക്കുന്നതിന് വാട്ടർ അതോറിറ്റിയും നടപടികൾ സ്വീകരിക്കും. മെഡിക്കൽ ടീമുകളുടെയും ആംബുലൻസിൻ്റെയും സേവനം ആരോഗ്യവകുപ്പ് ഉറപ്പുവരുത്തും. പ്രദേശത്ത് ഫോഗിംഗ്, ക്ലോറിനേഷൻ എന്നിവ ജില്ലാ മെഡിക്കൽ ഓഫീസിൻ്റെ നേതൃത്വത്തിൽ നടത്തും.
ക്ഷേത്ര പരിസരത്തുള്ള ഹോട്ടലുകൾ പരിശോധിച്ച് ഭക്ഷണ സാധനങ്ങളുടെ ഗുണനിലവാരം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉറപ്പുവരുത്തും. തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ, സബ് കളക്ടർ സമീർ കിഷൻ, അമ്പലപ്പുഴ ഡിവൈഎസ്പി KN രാജേഷ്, ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റിയും അഡ്മിനിസ്ട്രേറ്ററുമായ മണിക്കുട്ടൻ നമ്പൂതിരി, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7115 രൂപ, പവന് 56,920 രൂപ. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.